പക്ഷേ ആ വീഡിയോയിൽ ബഹുമാനപ്പെട്ട കോടതി കണ്ട രാധിക തീവ്രമായ ദുഃഖത്തിലാണ് എന്നത് വ്യക്തമാണ്. പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വരുണിന്റെ അവസ്ഥയും വിഭിന്നമല്ല. മാത്രമല്ല, വീഡിയോയിൽ സംസ്കാര ചടങ്ങുകളിൽ കാണുന്ന രാധികയും വരുണും കുറ്റക്കാരാണെന്ന് ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ നിൽക്കുന്ന വരുണിന്റെ സഹോദരൻ സൂര്യയെ എന്തുകൊണ്ട് തെറ്റുകാരെന്ന് പറഞ്ഞില്ല? എന്തുകൊണ്ട് സൂര്യയെ കൊലയിൽ പങ്കുണ്ടെന്ന് പറഞ്ഞില്ല? ശ്യാമേ, സത്യത്തിൽ അയാള് വരുണിന് രാധികയ്ക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്. ഒബ്ജക്ഷൻ യുവർ ഓണർ. പ്രൊസീഡ്. കുറ്റം ചെയ്തവർ വീഡിയോയിൽ കരഞ്ഞു എന്നതുകൊണ്ട് മാത്രം അവർ നിഷ്കളങ്കരാണെന്ന് വിധിയെഴുതാൻ പറ്റില്ലല്ലോ. സ്വന്തം മക്കളെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നവർ, സ്വന്തം ഭാര്യയെ ചുട്ടുകരിച്ചവർ ഒക്കെ ഈ നാടുകളിൽ നടക്കുന്നതും കോടതി മുറികളിലും പുറത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രിയങ്കയെ തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി രാധികയെ സ്വീകരിക്കുക എന്നതായിരുന്നു പ്രതി വരുണിന്റെ ലക്ഷ്യം. വരുണുമായി ഒരു ജീവിതം മോഹിച്ച രാധിക ബോധപൂർവം അനിയത്തിയെ ഇല്ലായ്മ ചെയ്യാൻ ഈ നിൽക്കുന്ന വരുൺ കൂട്ടുനിൽക്കുകയായിരുന്നു. യുവർ ഓണർ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ സുഗമമായിരിക്കണമെന്നില്ല. എന്റെ കക്ഷി വരുൺ രാധികയെ സ്നേഹിച്ചു എന്ന് പറയുന്നത് ഒരു മനുഷ്യ സഹജമായ കാര്യമാണ്. തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വരുൺ പല തവണ പ്രിയങ്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതും സത്യമാണ്. പക്ഷെ ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ കൊന്നു എന്ന് പറയുന്നതിന് അടിസ്ഥാനമില്ല. പക്ഷേ പ്രിയങ്ക തന്റെ ഇഷ്ടപ്രകാരം സിനിമയിൽ അഭിനയിക്കാൻ ഏതോ അന്യ സംസ്ഥാനത്ത് പോയിരിക്കുകയാണെന്ന് ഒരു കഥ പ്രതികൾ തന്നെ ഉണ്ടാക്കി. അത് സ്വന്തം കുടുംബത്തെ വിശ്വസിപ്പിക്കുകയും പ്രിയങ്കയുടെ അച്ഛൻ ദേവനാരായണനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും വിശ്വസിപ്പിച്ചു. അതിന്റെ അർത്ഥം പ്രിയങ്കയുടെ കൊലപാതകം ആസൂത്രിതമായിരുന്നു എന്നതിൽ സംശയമില്ല. കൊലപാതകത്തിന്റെ ഓരോ ഘട്ടത്തിലും അതിവിദഗ്ധമായി തെളിവുകൾ ഉണ്ടാക്കാനും മറയ്ക്കേണ്ട തെളിവുകൾ മറയ്ക്കാനും ഈ പ്രതികൾക്ക് സാധിച്ചു എന്നതാണ്. ഇത്തരം പ്രതികൾക്ക് ജാമ്യം കൊടുക്കുന്നത് തെറ്റായ കീഴ്വഴക്കം തന്നെ സൃഷ്ടിക്കും. അത് യുവതലമുറയ്ക്ക് തെറ്റായ സന്ദേശം എത്തിക്കാൻ കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ച് ജയിലിലേക്ക് അയക്കാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു. യുവർ ഓണർ,
തെളിവുകൾ എന്റെ കക്ഷികൾക്കെതിരായിരിക്കാം. പക്ഷേ തെളിവുകളല്ലല്ലോ സത്യം. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയങ്കരിയായ ഒരു പെൺകുട്ടിയാണ് രാധിക. അങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും സ്വന്തം അനുജത്തെ കൊല്ലാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കണമെന്നും അവർക്ക് നീതി ഉറപ്പാക്കണമെന്നും താഴ്മയായി അപേക്ഷിക്കുന്നു.